എന്താന്നാ വിചാരിച്ചത്? അരക്കിലും അഗ്നിക്കതാരയായി, അരക്കിലും അഗ്നിക്കതാരയായി അല്ലേ? പിറ്റേ ദിവസം രാവിലെ അതായിരുന്നു അത്ര ഏറ്റവും വലിയ വാർത്ത അല്ലേ? ആരെ ആ സമയത്ത് തന്നെതാ രക്ഷിച്ചത്? ലാക്ഷാഭവനേദാ. അങ്ങല്ലേ ഈ വേണ്ടാത്ത കാര്യങ്ങൾക്ക് മുഴുവനും കുട്ടികൾക്ക് കൂട്ടുനിൽക്കുന്നത്. യഥാ സഭായാം ഗുരുദേവദേവ്യാം കേശാഭിമരിശം സുതകർമ്മഗരിഹ്യം. ചെയ്യാൻ പാടില്ലാത്തതായിരിക്കുന്ന കുറ്റകർമ്മങ്ങൾ ചെയ്യുന്ന ആ ദുര്യോധനന് അങ്ങല്ലേ കൂട്ടുനിൽക്കുന്നത്. അങ്ങയുടെ മുതപുത്രനായിരിക്കുന്ന ദുര്യോധനനും ദുശാസനും കൂടി പാഞ്ചാലിയുടെ വസ്ത്രത്തിലേക്ക് കയറി പിടിച്ചല്ലേ? ആ പാഞ്ചാലിയുടെ തലമുടിയിലേക്ക് കയറി പിടിച്ചല്ലേ? ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ ആ സ്ത്രീയുടെ വസ്ത്രത്തിലേക്കോ ആ സ്ത്രീയുടെ ശരീരത്തിലേക്കോ ഒരു അന്യപുരുഷൻ വന്ന് തൊട്ട് കഴിഞ്ഞാൽ അത് ആരാണോ ചെയ്തത് അവരുടെ കുലം തന്നെ മുടിയുന്നാ പറയാ അല്ലേ? പിന്നീട് അവരുടെ കുലം തന്നെ ഉണ്ടാവില്ല. അവർ കണ്ടല്ലേ? കുലത്തിൽ ആരാളുള്ളത്? 100 ആൾക്കാരുണ്ടായിരുന്നു. ദുര്യോധനൻ ദുശാസനൊക്കെ പേരിൻ്റെ ആദ്യമൊക്കെ ദൂന്ന അല്ലേ? ഇവരുടെ ഒക്കെ കഥ കഴിഞ്ഞിട്ടാ പോയി. ഇവര് ആ കുലത്തന്നെ ഇല്ല. ഓരോരോ ആൾക്കാർ ഓരോ ദിവസം ഇങ്ങനെ ഇന്ന് 50 ആൾക്കാർ മരിച്ചു, ഇന്ന് 20 ആൾക്കാർ മരിച്ചു, ഇന്ന് 10 ആൾക്കാർ മരിച്ചു എന്ന് പറഞ്ഞാൽ പേപ്പറിൽ ഇങ്ങനെ വരിക. ഓരോരോ ദിവസവും ഇതിങ്ങനെ വായിച്ച് ഇയാൾക്കാച്ചാൽ കണ്ണ് കാണില്ല. ധൃതരാഷ്ട്രർക്ക് കണ്ണ് കാണാനായിട്ട് പേപ്പർ വായിച്ചു കൊടുക്കാൻ ഒരാളുണ്ട്. അത്രേ. മഹാഭാരതത്തിൽ തൻ്റെ കുട്ടികൾ മരിച്ചതായിരിക്കുന്ന വാർത്ത കേട്ടുകൊണ്ടിരിക്കേണ്ടതായിട്ട് അങ്ങക്കിതാ വന്നില്ലേ? ദ്യൂതേത്വധർമ്മേണ. അധർമ്മമായിട്ട് ദൂത് നടത്തിക്കൊണ്ട് അല്ലേ ആ പാണ്ഡവർക്ക് അവകാശപ്പെട്ടതായിരിക്കുന്ന രാജ്യത്തിനെ കൊടുക്കാതെ ഇതിനൊക്കെ ഉള്ള കാരണക്കാരനാരാണ്? അങ്ങക്ക് ധർമ്മം അറിയാം, എന്നിട്ടും അങ്ങ് ധർമ്മം അറിയാത്തവനെ പോലെ ഈ ദുര്യോധനന് വേണ്ടിയിട്ടല്ലേ തല ഇവിടെ ഇരിക്കുന്നത്. കുരുകുലാമയം, ഈ ലോകത്തിന് മുഴുവനും ആമയമായിരിക്കുന്നത് അങ്ങയുടെ പുത്രനായിരിക്കുന്ന ദുര്യോധനാണ്. അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്തോളൂ, ഈ ദുര്യോധനനെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ രാജ്യത്തെല്ലാവർക്കും സന്തോഷമാവുന്ന വിതുരൻ ധൃതരാഷ്ട്രയോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടുകൊണ്ടാണ് സദസ്സിലേക്ക് ദുര്യോധനൻ കയറി വന്നത്. ദുര്യോധനൻ കയറി വരുന്നത് വിതുരനോട് ചോദിച്ചു, വിതുര നീ എന്താടാ അവിടെ ഇരുന്ന് പറയുന്നത്? ദാസ്യാസുതം യൽ ബലിനൈവ പുഷ്ട. നീ ആരാ? ദാസിയുടെ പുത്രനാണെന്ന് വെച്ചാൽ അതേപോലെ ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കുക മാത്രമേ ചെയ്യാനായിട്ട് പാടുള്ളൂ. രാജാക്കന്മാർ പറയണത് പോലെ വർത്തമാനം പറയാനുള്ള അവകാശം നിനക്ക് ഇല്ല. ഞങ്ങൾ തരുന്നതായിരിക്കുന്ന ഉപ്പും ചോറും കഴിച്ച് ചിലപ്പോൾ ഈ ശ്രാദ്ധം കഴിഞ്ഞിട്ട് കവ്യം പുറത്തു കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ കാക്ക അതങ്ങനെ കഴിച്ച് ബലിനൈവ പുഷ്ട, നല്ല ആരോഗ്യത്തോടു കൂടിയ കാക്ക അത് വളർന്നു വന്നു എന്ന് അവരെ ഞങ്ങൾ തരുന്നതായിരിക്കുന്ന എച്ചിൽ കഴിച്ച് വർത്തമാനം പറയാനുള്ള കഴിവുണ്ടാക്കി ഞങ്ങളുടെ തലയിൽ കയറി ഞങ്ങളുടെ കാതിന് കൊത്തുന്നു നീയ്. അതുകൊണ്ട് നീയ് ഒരു മിനിറ്റ് പോലും ഇവിടെ നിൽക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ നിർവാസ്യതാമാശുപുരാശ്വസാനാം. ഇവിടെ നിന്ന് ഇവനെ നാട് കടത്തണമെന്ന് ദുര്യോധനൻ പറഞ്ഞു. കേട്ട ഉടനെ ഇതൊക്കെ ഭഗവാന്റെ മായയാണ് എന്ന് മനസ്സിലാക്കി വിതുരൻ അമ്പും വില്ലും മുന്നിലത എടുത്തു വെച്ച് ഭഗവാന്റെ മായയെ നമസ്കരിച്ച് വിതുരൻ അങ്ങനെ ആ കൊട്ടാരവും വിട്ട് ദൂരയാത്രയ്ക്ക് ലോകം മുഴുവനും തീർത്ഥയാത്രയായിട്ട് സഞ്ചരിക്കാനായിട്ട് പുറപ്പെട്ടു. എവിടെ നോക്കിക്കഴിഞ്ഞാലും ആ ശ്രീകൃഷ്ണ ഭഗവാനെ മാത്രം കണ്ടുകൊണ്ട് ലോകം മുഴുവനും സഞ്ചരിക്കുന്നതായ ആ വിതുര മഹാശൻ ഗാംപര്യടൻ മെധ്യവിവിക്തവൃത്തി സദാപ്ലുതോധശയനോവധൂത അലക്ഷിതസ്വൈരവധൂതവേഷോ വ്രതാനി ചേരേ ഹരിതോഷണാനി. സാക്ഷാൽ ഭഗവാന് സന്തോഷം ഉണ്ടാവുന്ന പ്രവൃത്തികൾ അങ്ങനെ ചെയ്ത് ലോകം മുഴുവനും സഞ്ചരിക്കുന്നതായ ആ വിതുര മഹാശയൻ അങ്ങനെ വൃന്ദാവനത്തിൽ യമുനാ നദിയുടെ തീരത്ത് എത്തിച്ചേർന്നപ്പോൾ പ്രത്യംഗമുഖ്യാങ്കിത മന്ദിരാണി യദ്ദർശനാൽ കൃഷ്ണമനുസ്മരന്തി. വൃന്ദാവനത്തിലെത്തിയപ്പോൾ ആ ഭഗവാനെ പറ്റിയിട്ട് ഒന്നും കൂടി ആ വിതുരനത ഓർക്കാനായിട്ട് സാധിച്ചുത്രേ. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഭഗവാനെ മാത്രമേ ഈ വിതുരനത ഓർക്കാനായിട്ട് സാധിക്കുന്നു. എവിടെയെങ്കിലും ഒരു പച്ചപ്പുല്ല് കണ്ടു കഴിഞ്ഞാൽ ആ ഭഗവാനത ഓർക്കണു. എവിടെയെങ്കിലും ഒരു മന്ദിരം കണ്ടു കഴിഞ്ഞാൽ ആ ഭഗവാനെ മാത്രം ഓർത്തുകൊണ്ട് നടക്കുന്നതായ ആ വിതുര മഹാശയൻ ഇപ്പോൾ യമുനാ നദിയുടെ തീരത്ത് കാളിന്തി നദിയുടെ തീരത്ത് എത്തിച്ചേർന്നപ്പോൾ
കാളന്തി നദിയിൽ കാലൊക്കെ കഴുകി അവിടെ നിന്ന് കയ്യിലേക്ക് വെള്ളമെടുത്ത് സൂര്യഭഗവാനെ ഉപാസിക്കുന്നതായ ആ ഉദ്ധവനെ അവിടെ ഇരുന്ന് കാണാനായിട്ടതാ സാധിച്ചു. ബൃഹസ്പതേ പ്രാപ്തനയം പ്രതീതം ആലിംഗ്യഗാഠം പ്രണയേന ഭദ്രം സ്വാനാമൃച്ചൽ ഭഗവൽ പ്രജാനാം തത്രോദ്ധവം ഭാഗവതം ദദർശ. ഭഗവൽ ഭക്തനായിരിക്കുന്ന ഉദ്ധവനെ വിതുര മഹാശയനത കാണാനായിട്ടതാ സാധിച്ചു. വിതുരനും ഉദ്ധവനും കൂടി അവിടെ ഇരുന്ന ഭഗവാന്റെ ആ കഥകളെ അവിടെ ഇരുന്നതാ പറയാനായിട്ടതാ പുറപ്പെട്ടു. ഉദ്ധവ, അങ്ങ് ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളെപ്പറ്റി നന്നായിട്ട് അറിയുന്ന ആളല്ലേ, ഭഗവാന്റെ കൂട്ടത്തിൽ താമസിക്കാൻ സാധിച്ച ആളല്ലേ, കൃഷ്ണനെ പറ്റി നന്നായിട്ട് പഠിച്ചതായിരിക്കുന്ന ആളല്ലേ ഉദ്ധവ അങ്ങ്. എങ്ങനെ യപ്പഞ്ചഹായനോ മാത്ര പ്രാതരാശായയാചിതാം. 5ാമത്തെ വയസ്സാവുമ്പോൾ സാധാരണക്ക് ഈ ചെറിയ കുട്ടിക്കാലത്ത് കുട്ടികളൊക്കെ പമ്പും പന്തലും കയ്യിലെടുത്ത് കളിക്കുന്ന സമയത്ത് ഈ ഉദ്ധവൻ എന്താ ചെയ്തത്? ഉദ്ധവൻ ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്ന് പറഞ്ഞ് ഒരു വിഗ്രഹമൊക്കെ കൊണ്ടുപോയി വെച്ച് അതിൻ്റെ 4 ഭാഗത്തും ഇതാ ഒരു അമ്പലം പോലെയൊക്കെ അതാ ഉണ്ടാക്കി അവിടെ വന്ന് ഭഗവാനെ പ്രദക്ഷിണം ചെയ്യുകയാണ്. കൃഷ്ണനെ പറ്റി പഠിക്കാൻ വേണ്ടി ശ്രമിച്ച് അവസാനം ബൃഹസ്പതേ പ്രാപ്തനയം പ്രതീത. ബൃഹസ്പതിയുടെ അടുത്ത് പോയിട്ട് ഈ ഭഗവാനെ പറ്റി നന്നായിട്ട് പഠിക്കാൻ സാധിച്ച ആളല്ലേ ഉദ്ധവ അങ്ങ്. കൃഷ്ണപരിയുടെ നന്നായിട്ട് അറിയുന്ന ആളല്ലേ. മാത്രമല്ല ഭഗവാൻ ഈ രാജ്യത്ത് മധുര ഭരിക്കാനായിട്ട് ഭഗവാനത ഏറ്റെടുത്തതോട് കൂടിയിട്ട് ആരെ വേണം തൻ്റെ പ്രധാനമന്ത്രിയായിട്ട് തീരുമാനിക്കാമെന്ന് ഭഗവാന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല അത്രേ. ആദ്യം തന്നെ ആ ഉദ്ധവനെയാണ് ഭഗവാനതാ കണ്ടെത്തിയത് അല്ലേ. ആ ഉദ്ധവൻ തന്നെപ്പോലെ തന്നെ ചിന്തിച്ച് തൻ്റെ അതേ രൂപമായിരിക്കുന്ന ഉദ്ധവനെ ഭഗവാനതാ പ്രധാനമന്ത്രിയാക്കിയതാ മാറ്റി. പ്രദ്യുമ്നാസ്തേ സുഖമംഗവീര യം രുക്മിണീ ഭഗവതോ വിലേഭേ ആരാധ്യ വിപ്രാൻ സ്മരമാതി സർഗേ. ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളെ അങ്ങതാ എന്നോടിതാ പറഞ്ഞു തരൂ, ഭഗവാന്റെ കഥകളെ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിതുരനോട് ഉദ്ധവൻ ഭഗവത് കഥ പറയാനായിട്ടതാ പുറപ്പെട്ടു. ഭഗവാൻ അവതരിച്ചത് മുതൽ ചെയ്തതായിരിക്കുന്ന ഓരോരോ കഥകളെയും ഭഗവാൻ അവതരിച്ചത് അല്ലേ. കൽത്തുറുങ്കിനകത്തം മകണി കണ്ടതിനം മുതൽ കാട്ടാളനെയ്തകണയാൽ കൽത്താർ പൂകിയ നാൾ വരെ. ഭഗവാൻ അവതരിച്ചത് മുതൽ ഈ ലോകത്ത് ചെയ്തതായിരിക്കുന്ന ഓരോരോ ലീലകളെയും ചുരുക്കി വർണ്ണിച്ച് അവസാനം ദ്വാരകാലീലയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ രുക്മിണീ ദേവിയെ വിവാഹം കഴിച്ച കഥയിൽ രുക്മിണിയെ കല്യാണമൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിച്ച് 1 കൊല്ലം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടായില്ല അതെ വിതുര ഉദ്ധവ. എന്നിട്ട് എന്താ ഉണ്ടായി അവിടെ? ഭഗവാൻ ഇതാ പുത്രൻ ഉണ്ടാവാൻ വേണ്ടി ബ്രാഹ്മണരൊക്കെ ഇതാ ഭഗവാൻ തൻ്റെ ആ കൊട്ടാരത്തിലേക്ക് ഇതാ വിളിച്ചു വരുത്തി. ആരാധ്യ വിപ്രാൻ സ്മരമാതി സർഗേ. അങ്ങനെ ആ ബ്രാഹ്മണർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് സാധാരണ ഒരു മനുഷ്യൻ നടത്തുന്ന രീതിയിലുള്ള ചില കർമ്മങ്ങളൊക്കെ ചെയ്ത് ബ്രാഹ്മണരുടെ അനുഗ്രഹം വാങ്ങിയതിന് ശേഷമല്ലേ ശ്രീകൃഷ്ണ ഭഗവാന് പ്രദ്യുമ്നൻ തന്നെ പുത്രനായിട്ടത് അവതരിച്ചത്. അങ്ങനെ ഭഗവാന്റെ ലീലകളെ മുഴുവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് ഉദ്ധവൻ വിതുരനോട് ഇതാ പറഞ്ഞു, വിതുര, അനവധി നേരം എനിക്ക് അങ്ങയുടെ കൂട്ടത്തിൽ ഇതാ നിൽക്കാനായിട്ടിതാ സാധിക്കില്ല. എന്നെ ഭഗവാൻ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ പാതുകകളും കൊണ്ട് നേരെ ഹിമാലയ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പോകാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്നോട് ഇതാ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇതാ ഞാൻ യാത്രയാവുകയാണ്. അങ്ങയ്ക്ക് വേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു തരാൻ മൈത്രേയ മഹർഷിയെ ഭഗവാൻ ഇതാ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വിതുരന് സന്തോഷമായി. കാരണം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ അല്ലേ ഒരാളുടെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് മരണസമയത്ത് ഏതൊരു ഭക്തനും എന്താ ജീവിതത്തിൽ ആഗ്രഹിക്കുക? ഭഗവാനെ മനസ്സിലേക്ക് ധ്യാനിച്ചുകൊണ്ട് ഭഗവാനെ കണ്ടുകൊണ്ട് ഈ ലോകത്തുനിന്ന് യാത്രയാവാൻ സാധിക്കണേ എന്നാണ് ഭക്തന്മാരൊക്കെ ഭഗവാനോട് ഇതാ പ്രാർത്ഥിക്കുക. പ്രാണപ്രയാണ സമയേ മമ സന്നിധത്താം